ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ബെത്ലഹേമിലെ രഹസ്യം ഇന്ന് ലോകം മുഴുവനും വാർത്തയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് നാം പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുന്നു. ജ്ഞാനികളായിട്ടുള്ള രാജാക്കന്മാർ യേശുവിനെ വന്ന് ആരാധിക്കുന്നു, തങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ അർപ്പിക്കുന്നു. ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്, യേശു ജനിച്ചത് സകലർക്കും വേണ്ടിയാണ്, സകല ജനതകൾക്കും വേണ്ടിയാണ്. യേശുവിൻ്റെ സ്നേഹം എല്ലാവർക്കും ഉള്ളതാണ്. യേശു വാഗ്ദാനം ചെയ്യുന്ന ക്ഷമ എന്ന് പറയുന്നത് ഏവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. യേശു ഒരുക്കിയിരിക്കുന്ന രക്ഷ ഏവർക്കുമാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നാം ഏറ്റവും ആദ്യം സ്വീകരിക്കേണ്ട സന്ദേശം എന്ന് പറയുന്നത്, നാം കുറച്ചുപേരെ മാത്രം സ്നേഹിക്കുകയും കുറച്ചുപേരോട് മാത്രം ക്ഷമിക്കുകയും ചെയ്യുന്നവരായി മാറരുത്. മറിച്ച് യേശു ചെയ്തതുപോലെ എല്ലാവരെയും ഉൾപ്പെടുത്തുക. നമ്മുടെ സ്നേഹത്തിലും നാം വാഗ്ദാനം ചെയ്യുന്ന ക്ഷമയിലും എല്ലാവരെയും ഉൾപ്പെടുത്തുക, എല്ലാവരോടും ക്ഷമിക്കുക. യേശു ചെയ്തതുപോലെ നാമും ചെയ്യുക. അതാണ് ഏറ്റവും വലിയ സന്ദേശമായിട്ട് ഇന്നേ ദിവസം നാം എടുക്കേണ്ടത്. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ജ്ഞാനികൾ ദൂരദേശത്തു നിന്നുമാണ് വന്നത്. അവർ 100 മൈലുകളോളം സഞ്ചരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അനേകം മൈലുകൾ സഞ്ചരിച്ചുകൊണ്ടാണ് യേശുവിനെ കാണാനായിട്ട് വന്നത്. എന്നാൽ ബെത്ലഹേമും ജെറൂസലേമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെറും 6 മൈലുകൾ മാത്രമാണ്. ഇവിടെ ജെറുസലേമിൽ താമസിച്ചിരുന്ന ജ്ഞാനികളായിട്ടുള്ള ഫരിസേയരും പുരോഹിതരുമായിട്ടുള്ള യഹൂദ മതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സെൻ്ററായിരുന്നു ജെറുസലേം. അതായത് മതപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള ഒരു സെൻ്ററായിരുന്നു ജെറൂസലേം. അവിടെ എല്ലാവരും ആ എലീറ്റായിട്ടുള്ള, ഏറ്റവും ഉന്നതരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള യഹൂദർ താമസിച്ചിരുന്ന സ്ഥലം. എന്നാൽ അവർക്ക് എല്ലാ അറിവുകളും ഉണ്ടായിരുന്നിട്ട് പോലും യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. യേശുവിൻ്റെ വരവ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ഒരു ഇഞ്ച് പോലും ഒന്ന് ചലിക്കാനായിട്ട് അവർ സന്നദ്ധരായിരുന്നില്ല. മുകളിലേക്ക് നോക്കി ആ നക്ഷത്രത്തെ ദർശിക്കുവാനായിട്ട് അവർ ക്ഷമ കാണിച്ചില്ല. ഇതാണ് നമുക്കും ഇത് തന്നെ സംഭവിക്കാം. നമുക്ക് ഇന്ന് യേശുവിൻ്റെ കുറിച്ച് പലതും അറിയാം. എന്നാൽ നമുക്കും ആ വണ്ടർ, ആ അത്ഭുതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ അത്ഭുതം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. മൂന്നാമതായിട്ട്, ജ്ഞാനികൾ യേശുവിനെ ആരാധിച്ച ശേഷം ഒരു പുതിയ റൂട്ടാണ് എടുക്കുന്നത്. പഴയ വഴിയിൽ അവർ തിരിച്ചു പോയില്ല. യേശുവിൻ്റെ മുഖം ദർശിക്കുകയും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതേ നെക്സ്റ്റ് മൊമെൻറ്റിൽ, അടുത്ത നിമിഷത്തിൽ നാം വേറൊരു വഴിക്ക്, പഴയ വഴിയിലേക്ക് തിരിച്ചു പോകുകയും ചെയ്യുമ്പോൾ അത് രക്ഷകന് ചേർന്നതല്ല. യേശുവിനുമായിട്ടുള്ള എൻകൗണ്ടറിന് ശേഷം പുതിയ വഴി തിരഞ്ഞെടുക്കുവാനുമായിട്ടുള്ള ഒരു വിളി ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.